കോടമ്പക്കത്ത് ഇദ്ദേഹം താമസിക്കുന്ന സ്ട്രീറ്റിനടുത്താണ് കെ വി മഹാദേവൻ എന്ന സംഗീത സംവിധായകൻ താമസിക്കുന്നത്. ആ തെരുവിൽ നിന്ന് നടന്ന് ഒരു ദിവസം രാവിലെ കെ വി മഹാദേവൻ്റെ മാസ്റ്ററെ കാണാനായി ഇദ്ദേഹം പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ തൊട്ടടുത്ത വീട്ടിൽ കെ വി മഹാദേവൻ മാസ്റ്ററുടെ വീടിന് തൊട്ടടുത്ത വീട്ടിൽ സത്യൻ മാസ്റ്ററെ കണ്ടു. അഭിനയ ചക്രവർത്തിയായ സത്യൻ അന്ന് ഒരു ആവേശമായിരുന്നെന്നാണ് രവീന്ദ്രൻ മാഷ് പറയുന്നത്. ഒരു ലുങ്കയൊക്കെ ഉടുത്ത് ആ നെഞ്ചു വിരിച്ചുള്ള ആ ഗാംഭീര്യത്തോടുള്ള നിൽപ്പ് കണ്ടപ്പോൾ രവീന്ദ്രൻ മാസ്റ്ററുടെ ഉള്ളിൽ ഒരു ആഗ്രഹം, എന്തെങ്കിലും ഒന്ന് മിണ്ടണമല്ലോ. അപ്പോൾ അറിയാമായിരുന്നെങ്കിലും സത്യൻ മാസ്റ്ററുടെ അടുത്തേക്ക് എന്ന് കെ വി മഹാദേവൻ സംഗീത സംവിധായകൻ കെ വി മഹാദേവൻ്റെ വീട് എവിടെയാണ് എന്ന് ഈ ചെറുപ്പക്കാരനായ രവീന്ദ്രൻ മാസ്റ്റർ ചോദിച്ചു. അപ്പോൾ സത്യൻ മാസ്റ്റർ വരൂ എന്ന് പറഞ്ഞിട്ട് വീട് കാണിച്ചു കൊടുത്ത് അപ്പം രവീന്ദ്രൻ മാസ്റ്റർ അവിടെ ചെന്നു, സംഗീത സംവിധായകനെ കണ്ടു. അദ്ദേഹം ഒരു തമിഴ് പാട്ട് ഒരു നാൾ പോതുമ എന്നുള്ള അദ്ദേഹം ഈ ഗാനമേളകളിലൊക്കെ കേരളത്തിൽ ഭയങ്കരമായ തമിഴ് പാട്ടുകൾ പാടുന്നത് രവീന്ദ്രൻ മാസ്റ്ററായിരുന്നു. അക്കാലത്ത് തണ്ടർ ബേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഗാനമേള ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രൂപ്പിലൊക്കെ രവീന്ദ്രൻ മാസ്റ്റർ ഗംഭീരമായി പാടുകയും സദസ്സിനെ ഇളക്കി മറിക്കുകയൊക്കെ ചെയ്യുന്ന അതിലെ ഒരു പാട്ട് ഒരു നാൾ പോതുമ എന്നുള്ള ആ പാട്ട് കെ വി മഹാദേവൻ മാസ്റ്റർ പാടി കേൾപ്പിച്ചു. മാഷ് അതിൽ ഇമ്പ്രസ്ഡായി. അപ്പോൾ പാട്ടൊക്കെ പാടി ഒരു വിജയിയെ പോലെ തിരിച്ചു വരുമ്പോൾ തൊട്ടിപ്പുറത്ത് നമ്മുടെ സത്യൻ മാസ്റ്റർ ഈ പാട്ട് കേട്ടുകൊണ്ട് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇനി വരൂ എന്ന് പറഞ്ഞാൽ അടുത്ത് വിളിച്ചു. എവിടെയാ സ്ഥലം? അപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് സിനിമയിൽ ഒരു പാട്ട് പാടണം, സിനിമാ സംഗീതവുമായിട്ട് ചുറ്റിപ്പറ്റി തന്നെ ജീവിക്കണം, അതാണ് ആഗ്രഹം. എവിടെ താമസിക്കുന്നത്? അപ്പോൾ പറഞ്ഞു സമാസ് ലോഡ്ജിലാണ്. അപ്പോൾ നമ്പരും മറ്റുമൊക്കെ വാങ്ങി. അന്ന് അക്കാലത്ത് സിനിമയിൽ പരസ്പരം സഹായിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം ഒരു സ്നേഹബന്ധം, ഊഷ്മളമായൊരു ബന്ധം ഇന്നത്തെ പോലെയല്ല. ഏതെങ്കിലും ഇപ്പോൾ ചെന്നൈയിലെ കോടമ്പക്കത്തൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ പട്ടിണിയും ഒക്കെ ആയിട്ട് വളരെ പ്രയാസപ്പെട്ടൊരു ജീവിതത്തിലൂടെയായിരുന്നു ഈ ചലച്ചിത്ര രംഗത്തെ കലാകാരന്മാർ അന്ന് ഇതിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഉയർന്നു നിൽക്കുന്ന ഇപ്പോൾ പ്രേം നസീർ ആയാലും സത്യം മാസ്റ്റർ ആയാലും ഒക്കെ ഈ സഹജീവികളോടൊരു വല്ലാത്തൊരു സ്നേഹവും പരസ്പരം സഹായിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ട്. അപ്പോൾ അഡ്രസ്സ് ഫോൺ നമ്പറൊക്കെ വാങ്ങി അങ്ങനെ ഇടയ്ക്ക് അപ്പോൾ സത്യം മാസ്റ്ററുമായിട്ട് രവീന്ദ്രൻ മാസ്റ്ററിന് ഒരു പരിചയമുണ്ട്.